നമസ്കാരം. നമസ്കാരം. ബിഷപ്പ് ജോസഫ് പാംപ്ലാനി കേരളത്തിലെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിഷപ്പാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിയാണ്. അദ്ദേഹമാണ് BJPയോട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് യാതൊരു അയിത്തവുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ തരാൻ ആരുണ്ട്, റബ്ബറിൻ്റെ വില ഉറപ്പ് നൽകുമെങ്കിൽ BJPക്ക് ഞങ്ങൾ MP-മാരെ ഉണ്ടാക്കി തരാമെന്ന് ആദ്യമായി വളരെ തുറന്ന വാഗ്ദാനം ചെയ്ത ഒരാളാണ്. ഒരുപക്ഷെ ഒരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, അതും കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ പാർട്ടി എന്ന് ഖ്യാതി കേട്ട ഒരു BJPക്ക് ഒരു വലിയ ലിഫ്റ്റ് കൊടുക്കുകയായിരുന്നു അദ്ദേഹം. അത് വലിയ വിവാദമായി, അത് അതിൻ്റെ വഴിക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം ഇന്ന് ആ വെള്ളമൊക്കെ ഒഴുകിപ്പോയതിന് ശേഷം BJPക്ക് വലിയ സ്വീകാര്യത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കിട്ടി എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായ സമയത്ത് ഈ 1000-ലേറെ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥികൾ BJPയുടെ ബാനറിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ക്രിസ്തീയ സഭകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഇന്നത്തെ ഒരു മുഴുവൻ പേജ് അഭിമുഖം പാംപ്ലാനി അച്ഛൻ കൊടുത്തിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പാംപ്ലാനി അച്ഛൻ ഇങ്ങനെ പലപ്പോഴും ഓഫ് ഹാൻഡായി സംസാരിക്കുന്ന ഒരാളാണ് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന മുദ്രയുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ഇനി കേരളത്തിൽ ആവശ്യമില്ല. സമുദായത്തിന്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യമില്ല എന്ന് ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു ബിഷപ്പാണ് പാംപ്ലാനി. ആദ്യം നമുക്ക് ആ വിഷയം ഓരോ വിഷയങ്ങളായിട്ട് എടുത്ത്, ഏതാനും വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നതാണ്. 3-4 വിഷയങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പ്രശാന്ത് സാർ എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇനി ഒരു കേരള കോൺഗ്രസ് വേണോ വേണ്ടയോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇനിയൊരു കേരള കോൺഗ്രസ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം പുള്ളിയുടെ അഭിപ്രായം പുള്ളി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് ഉണ്ടായത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ UDF സംവിധാനത്തിനകത്ത് ഒരു കുറവ് വന്നപ്പോൾ അതിനപ്പുറം UDFനകത്ത് നിന്നുകൊണ്ട് അവരുടെ മാത്രമായിട്ട് ആ പാർട്ടിയെ നിയന്ത്രിക്കാൻ, അവരുടെ പാർട്ടിയിൽ നിന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള, പണ്ട് വന്നത്ത് പത്മനാഭനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും വിചാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റു വേറെ സംവിധാനത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. ഈ അംഗീകാരത്തിനകത്ത് അവർക്ക് കൂടുതൽ ഇപ്പോൾ ഒരു പാംപ്ലാനി എന്ന് പറയുന്ന ആളെ അല്ല ഞാൻ പറയുന്നത്, അത് ഒരു തിരുമേനിക്ക് ഇറങ്ങി നിന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം എങ്ങനെ ഉരുത്തിരിക്കണം, അതിനുവേണ്ടി അവർ കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നു. അപ്പം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അവർ വീണ്ടും UDFന് വോട്ടിംഗ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം UDFനകത്ത് എത്ര പറയുമ്പോഴും അവരിപ്പോൾ വോട്ട് ചെയ്തു എന്നുള്ളതെങ്കിലും അവർക്ക് UDFനകത്ത് അവരുടേതായ താല്പര്യം, അവരുടെ ശബ്ദം, അല്ലെങ്കിൽ ഒരാളെ വിളിച്ച്, ഒരു മുഖ്യമന്ത്രിയെ വിളിച്ച്, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് നമ്മുടെ ചില കാര്യങ്ങളുണ്ട് സഭയുടെ നടത്തി തരണമെന്ന് പറയാൻ പറ്റുന്ന നേതാക്കന്മാരില്ല. പണ്ട് വാണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം അത് എത്ര പറയുമ്പോഴും ചില ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റുന്ന PC ജോർജിനോടാണ്. PC ജോർജിനും പറയാം, PC ജോർജിന് തിരുമേനിയോടും പറയാം, തിരിച്ചും പറയാം, ഏത് തിരുമേനിയോടും പറയാം, സ്വാതന്ത്ര്യത്തോടു കൂടി പറയാം. സഭയുടെ ഒരു വിഷയമുണ്ട് കേട്ടോ, വേറെ ആളിനോട് സഭയുടെ ഒരു വിഷയം ഇങ്ങനെയുണ്ട്, അത്തരത്തിൽ നമ്മുടെ താല്പര്യം സംരക്ഷിക്കണം, ഇനി മന്ത്രിസഭയ്ക്കകത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ പറയുന്നതിനപ്പുറം എത്ര ഗോപ്യമായിട്ട് പറഞ്ഞാലും വെളിയിൽ പോകുമോ എന്നുള്ളൊരു ആശങ്ക ഈ തിരുമേനിമാർക്കൊക്കെ ഉണ്ട്. ഇപ്പം തിരുമേനിമാർക്ക് ആശങ്ക ഉണ്ടെങ്കിലും ഞാനീ പറഞ്ഞാൽ അത് വേറെ വലിയ രാഷ്ട്രീയമുണ്ട്. ഇത് സാധാരണ രാഷ്ട്രീയം തന്നെ പറയാം. തിരുമേനി എത്ര ഒരുക്കത്തിൽ പറഞ്ഞാലേ ശരിയാവത്തില്ല. കാരണം തിരുമേനി പറയുന്നു ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധമില്ല, എന്നാലും അതൊന്ന് ശരിയാവണം. എങ്ങനെ ശരിയാവണമെന്ന്? പിന്നെ ഞങ്ങൾക്ക് BJPയോട് അടുപ്പക്കുറവൊന്നുമില്ല, എന്നാലും എവിടെ അടുപ്പക്കുറവില്ലാത്ത ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏത് BJP പ്രാവശ്യം അവർ പറ്റിച്ചില്ലേ? ഒരൊറ്റ ഇഷ്യൂവിൽ നിന്നാലേ ഒരു സമുദായ പാർട്ടി, ഒരു സമുദായ സംഘടനയുടെ ഉന്നതനായ നേതാവ് പറയുന്നു, ഈ സമുദായത്തിന് മാത്രമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പാർട്ടി വേണ്ട, ഞങ്ങൾ എല്ലാ ജനാധിപത്യ സംഘടനകളോടും ബാർഗെയിൻ ചെയ്ത്, ഇപ്പറഞ്ഞ പോലെ ബാർഗെയിൻ ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിക്കൊള്ളാം, കേരള കോൺഗ്രസ് വേണ്ട എന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എങ്ങനെയാണ് പിയേഴ്സൺ സാർ കാണുന്നത്? ഒരു സമുദായത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പാംപ്ലാനി പിതാവിനെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകാര്യമാണ്. കാരണം ഒരു സമുദായവും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെക്കുലർ പൊളിറ്റിക്സ്, സെക്കുലർ എന്ന് പറഞ്ഞ വാക്കുപോലും ഇന്നത്തെ ആളുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല.
നമ്മൾ വളരെ മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതെ. അവിടെ സെക്യുലർ പൊളിറ്റിക്സിന് എന്നും എക്കാലത്തും പ്രസക്തി ഉണ്ടാവും. പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. യെസ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഒരു സമുദായത്തിന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായിട്ട് തന്നെ കണക്കാക്കണം. ഞാൻ കുറച്ചും കൂടി ഇതിൽ കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമ്മൾ പോയി പരിശോധിച്ചാൽ എന്തുകൊണ്ട് പ്ലാമ്പാനി പിതാവ് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷനിങ് അവർ കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഇപ്പോൾ നിർവഹിക്കാനായിട്ട് പ്രാപ്തരാണെന്ന് കരുതുന്നുണ്ട്. അത് കേരളത്തിലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ തന്നെ സഭ എന്ന നിലയ്ക്ക് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരായുധമാണ് എന്നും പ്ലാമ്പാനി പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് BJPയോട് നമുക്ക് അദ്ദേഹത്തിന് പറയാതെ ഇന്ന് ഈ റബ്ബറിൻ്റെ വില ഞങ്ങൾ പറയുന്ന പോലെ ഉയർത്തു. കാരണം ഞങ്ങളുടെ കർഷകരാണ് റബ്ബർ കർഷകർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ വില വർദ്ധിപ്പിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ ഒരു MP തരാം എന്ന് അദ്ദേഹം പറയുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടല്ലേ, വളരെ കൃത്യമായിട്ട് ഒരു എന്താണ് ഒരു നെഗോഷിയേഷനോ അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ബാർഗെയിനോ ആണ് അദ്ദേഹം നടത്തിയത്. അത് BJPയോട് മാത്രമല്ല CPM-നും നടത്താൻ അദ്ദേഹത്തിന് കഴിയും. ഈ ഇന്റർവ്യൂവിലെ രണ്ടാമത്തെ സുപ്രധാനമായ ഒരു വിഷയം സാമൂഹ്യ പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ ക്രിസ്തീയ സഭകളുടെ ഭാഗത്ത് നിന്ന് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണ്. അത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദിനെ കുറിച്ച് പാമ്പ്ലാനി പിതാവ് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിരിക്കുന്നു. പാമ്പ്ലാനി പിതാവ് പറയുന്നത് ലവ് ജിഹാദ് എന്ന പേര്, ആ ജിഹാദ് എന്ന വാക്ക് ഞങ്ങൾ പ്രയോഗിച്ചത് ശരിയായില്ല. ഒട്ടേറെ മുസ്ലിം പണ്ഡിതന്മാർ ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങളുടെ വിശുദ്ധമായൊരു വാക്കാണ്, ആ വാക്കിനെ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് പ്രണയത്തിൻ്റെ പേരിൽ മതം കൊണ്ടുവന്ന് പ്രണയത്തിൽ ഒരു കാലത്തും വരാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത മതം മാറ്റം തുടങ്ങിയ അജണ്ടകൾ പ്രണയത്തോട് ചേർക്കുന്നത് പ്രണയത്തിൻ്റെ പേരിലുള്ള കെണിയാണ്. അതിനെ ദയവായി ജിഹാദ് എന്ന് വിളിക്കരുത്, അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ പ്രയോഗം ഇനി സൂക്ഷിച്ചേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പാമ്പ്ലാനി പിതാവ് പറയുന്നുണ്ട്. പ്രശാന്ത് സാർ എങ്ങനെ പറയുന്നു ആ വീക്ഷണത്തെ? നല്ല കാര്യം തന്നെ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുസ്ലിം മതപണ്ഡിതന്മാർ അത്തരത്തിൽ അവരുടെ ഒരു വൈകാര്യമായ കാര്യമാണ്, അതിനകത്ത് അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അത് അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കുക. ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതെ. അപ്പം അതിനെ ഒരു ധർമ്മയുദ്ധത്തിനാണ് അത് ബന്ധപ്പെടുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ വികാരത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിൽ, ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം ഒരു തിരുമേനിയായിട്ട് അംഗീകരിക്കാം. ഈ ഒരു വിഷയത്തിൽ മാത്രം മനസ്സിലായി. ബാക്കിയുള്ള വിഷയത്തിൽ ഞാൻ ഈ പറയുമ്പോൾ അദ്ദേഹത്തെ തിരുമേനിയായിട്ട് ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ടാവുന്നില്ലെന്ന് പറയാം. വിശാലമായിട്ട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതിന് അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം. അടുത്ത വിഷയം, അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാസ ഈ വിഷയം ഉന്നയിച്ചവരാണ്. കാസ എന്ന് പറഞ്ഞാൽ എന്ന ക്രിസ്തീയ സംഘടന ഈ ലവ് ജിഹാദ് ഇഷ്യൂ കത്തിച്ചവരാണ്. മുസ്ലിം വിരോധം ക്രിസ്ത്യാനികൾക്കകത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വളരെ കൂടുതൽ ആലോചിച്ചവരാണ്, ഗവേഷണം ചെയ്തവരാണ്. അവരെ തള്ളിപ്പറയുന്നുണ്ട് പാമ്പ്ലാനി പിതാവ്. പാമ്പ്ലാനി പിതാവ് പറയുന്നത് കാസ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ശുദ്ധ വലതുപക്ഷ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടാണ് ബന്ധം, ഈ സമുദായത്തോടോ സഭകളോടോ അല്ല എന്ന് പറയുന്നുണ്ട്. കെവിൻ പീറ്റർ ഉൾപ്പെടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവരത് കേൾക്കുമായിരിക്കും, അവരത് മറുപടി പറയുമായിരിക്കും. ഇപ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും കാസയും സഭയും തമ്മിലുള്ള ബന്ധം? കാസയും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയാൻ എനിക്കത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉള്ളവരും പറയാം കാസ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം സാറ് പറയുന്നു മുസ്ലിം സമുദായത്തിനകത്ത് മൊത്തവും ഭീകരവാദികളും തീവ്രവാദികളും അല്ല. 1%, 2% പോട്ടെ 5% കാണുമായിരിക്കും. ഈ 5% ചെയ്യുന്നവൻ അവനത് ചെയ്തിട്ട് അവൻ്റെ പാട്ടിന് പോകും, അല്ലെങ്കിൽ അവന് മറിഞ്ഞിരിക്കാൻ സാധിക്കും. അതിന് പകരം ചോദിക്കേണ്ടത് സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്തല്ലല്ലോ. അപ്പൊ കാസയുടെ ഈ വികാരവും അല്ലെങ്കിൽ അവൻ്റെ വർത്തമാനവും അല്ലെങ്കിൽ കാസയുടെ എന്നല്ല ആരുടേതായാലും അങ്ങനെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ടവൻ എത്തരത്തിൽ തോന്നിവാസം കാണിക്കുന്നതിൻ്റെ പുറകിൽ എന്തൊക്കെ അജണ്ട ഉള്ളപ്പോൾ അതല്ല അതിന് മറുപടിയായിട്ട് പശുവിനെ കൊല്ലുന്നതിന് അതിന്റെ കുട്ടിയെ കൊല്ലുന്ന ഒരു സമീപനം എന്നുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ആവുന്നതിനകത്ത് എനിക്ക് താല്പര്യം. ആ അർത്ഥത്തിൽ തിരുമേനി പറഞ്ഞ ശരിയല്ല. പിന്നെ സാർ പറയുന്നത് ശരിയാണ്. 5% ആണെങ്കിൽ പോലും അതൊരു സമുദായം മുഴുവൻ പഴി കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹകരിക്കുമ്പോൾ അറിയാം. നമുക്ക് മുസ്ലിങ്ങളെ അറിയാം, എനിക്ക് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ല. നമ്മളവർ സഹകരിക്കുന്നുണ്ടല്ലേ മനസ്സിലാവുന്നത്. ഇത് ദൂരെ നിന്ന് മാത്രം നോക്കി കാണണം എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് രണ്ട് സമുദായങ്ങളെ തന്നെ വേർതിരിക്കാൻ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആ രീതിയിൽ വേർതിരിച്ച് വൈരാഗ്യ ബുദ്ധിയോടുകൂടി കൊണ്ടുപോകുന്ന അർത്ഥത്തിലാണ് കാസ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്.
അല്ലാതെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറയണം, ഇന്നത് ശരിയല്ല, ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി മാത്രമാകുമ്പോൾ കാസ ഭീകര സംഘടനയായിട്ട് നമുക്ക് കാണാം. എന്താണ് അല്ല, ഇതിലത്തെ പിതാവ് പറഞ്ഞ ആ സമീപനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. കാരണം കാസ ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് തിരിക്കുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്നു. അത് പിതാവിൻ്റെ അഭിപ്രായത്തിൽ അത് റൈറ്റിസ്റ്റ് പൊളിറ്റിക്സ് ആണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര സ്വഭാവം പുലർത്തുന്ന ഒരു സംഘമാണവർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവരെ കൊണ്ട് സഭയ്ക്ക് ഒരു കാലത്തും ഗുണമുണ്ടാവില്ല എന്നതും പിതാവ് തിരിച്ചറിയുന്നുണ്ട്. കാരണം സഭയ്ക്ക് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള പോസിബിലിറ്റീസ്, സാധ്യമാകുന്നതായിട്ടുള്ള സാധ്യതകൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് വളർന്നതാണ് കേരളീയ സമൂഹത്തിന്. അവർക്ക് ആരോടും പ്രത്യേകമായിട്ടുള്ള വൈരാഗ്യമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശത്രുതയോ പുലർത്താതെ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ വികസിക്കാൻ കഴിഞ്ഞൊരു സംവിധാനം. ആ സംവിധാനത്തിൻ്റെ സാധ്യതകളെ തന്നെ അടച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടവരാണ് കാസ എന്ന് സഭ തിരിച്ചറിയുന്നു. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്കൊക്കെ തന്നെ പരസ്പരം വെറുപ്പുൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സംവിധാനമായി മാറി അല്ലേ? അതാണ് പ്രശ്നം. വന്നിട്ടുണ്ട് ഭൂമാഫിയ, അത് കൈവശം വെക്കുന്നത് മുസ്ലിങ്ങളാണ്, അന്താരാഷ്ട്ര തീവ്രവാദികളാണ്, അവരുടെ ബന്ധങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വന്നിട്ട് ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് 3 വാക്കുകൾ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അയിത്തമുണ്ടോ? ഒരയിത്തവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും ആശങ്കാകുലരാണ് എന്നും പറയുന്നുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മതത്തോടൊക്കെയുള്ള സമീപനം മാറ്റിയല്ലോ. മതവിശ്വാസികളെ ഇപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന പഴയ സിദ്ധാന്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ മതവിശ്വാസികളെ ആദരിക്കുന്ന സംസ്കാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയാണല്ലോ എന്ന് പറയുന്നുണ്ട്. പിതാവിൻ്റെ കമന്റ് വളരെ 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 കൃത്യമാണ്, കണിശമാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് മതങ്ങളോടുള്ള സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരുത്തുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കും, അവർ ഗുണം പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഈ 2 വിഷയത്തെക്കുറിച്ച്, BJPയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള ബന്ധത്തെക്കുറിച്ച് ആണ്. എന്താണ് സാർ പറയുന്നത്? സാർ ആദ്യം പറഞ്ഞൊരു കാര്യം ശരിയാണ്. അപ്പൊ ഇപ്പോഴാ തിരുമേനി അല്ലാതാണ്, ബാക്കി 2 വിഷയത്തിൽ എനിക്ക് അദ്ദേഹം തിരുമേനിയായിട്ട് അംഗീകരിക്കും. ഇപ്പോഴാണ് തിരുമേനി അല്ലാതാണ്. കാരണം ഇതിനകത്ത് അദ്ദേഹം കൃത്യമായ പൊളിറ്റിക്സ് ആണ്. കാരണം BJPയോട് ഐത്തമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കേക്ക് മുറിച്ചും സ്റ്റാറും കൊണ്ട് പോയും മറ്റേതിൻ്റെ പേരെന്തോ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കെട്ടി വീട് കയറിയൊക്കെ ഒത്തിരി നാളുകൊണ്ട് മെനക്കെട്ട് ഇവർക്ക് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഒരു 2 പേരും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചവരും ഒക്കെ ആയിരുന്നല്ലോ. അത് നിങ്ങൾ നിരീക്ഷിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഭൂരിപക്ഷമുള്ള എവിടെയെങ്കിലും BJP ക്ലച്ച് പിടിച്ചു? ഇവർക്ക് ഇവർ ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഉൾപ്പെടെ അവിടുത്തെ ഇവർ പറഞ്ഞ സ്ഥാനാർത്ഥി നിർത്തിയെടുത്ത് അവർ തോൽപ്പിച്ചു കൊടുത്തില്ലേ? തിരുവനന്തപുരത്ത് തോൽപ്പിച്ചു കൊടുത്തില്ലേ? അതായത് പിന്നെ PC ജോർജിൻ്റെ അവിടെ ഈ പറയുന്ന പോലുള്ള പ്രയോജനമെല്ലാം ഉണ്ടായോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ പൊളിറ്റിക്സ്, ഞാനീ പറയുന്നത് പോലെ ഈ തിരുമേനിക്കും ഈ അച്ഛനും അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്റ്റർക്കും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് ഏറ്റവും കൂടുതൽ MP MLA മാരുള്ളത് അമ്മായിയുടെ മോനും കൊച്ചമ്മയുടെ മോനും അല്ലെങ്കിൽ സഭയുടെ കുഞ്ഞാടും ഒക്കെ ആയിട്ട് വരുന്നത് ആരാന്നറിയോ? ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള MP മാരൊക്കെ തന്നെ. അപ്പോൾ അവർ ഈ പ്രാവശ്യം സഹായിച്ചത് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഇല്ലെന്ന് പറയുമ്പോൾ തൊട്ടുകൂടായ്മ ഉണ്ട്, ഇതുവരെ ഉണ്ട്, നാളെ ഇല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതുപോലെ CPMന്റെ കാര്യം പറഞ്ഞെന്തോ, CPMനോട് അവർക്ക് തീർത്തും വെറുപ്പാ. അത് പണ്ട് ആദ്യമേ ഈ പറഞ്ഞ സാത്താൻ രണ്ടാമത് CPM, അത് തന്നെ ഇപ്പോൾ പറയാതെ പറഞ്ഞത്. എത്ര ആയാലും CPMയുടെ സമീപനം. അപ്പോൾ അവർക്ക് പാർട്ടിയുണ്ട് കൃത്യമായിട്ട്. പിന്നെ വേറെ കാര്യം സാറ് പറഞ്ഞ എന്തോ, ഇവിടുത്തെ അവിടെ കന്യാസ്ത്രീകൾ അകത്ത് കിടന്നപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ ചെയ്യുന്ന ജോലിയും അല്ലെങ്കിൽ വേലയും ഒക്കെ നമ്മൾ പരീക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിക് ക്രൈസ്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് ഇന്ത്യയിലുടനീളം ഇവാഞ്ചലിക് ക്രൈസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ദീർഘമായിട്ട് പരിശോധിക്കേണ്ടി വരും. അതിനകത്ത് ആ ജോലിക്കകത്ത് അവിടെ താല്പര്യമില്ലാത്തപ്പോഴും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ പോലീസും അവിടുത്തെ ഭരണ സംവിധാനം അവരകത്താക്കി. ഇവിടുന്ന് ജാമ്യം എടുക്കാൻ പോയത് ആരാ? ഇവിടുത്തെ BJPക്കാരനല്ലേ? അപ്പോൾ എന്തിനാ BJPയുടെ സമീപനം? മാത്രമല്ല ഇവിടുത്തെ BJPക്കാരൻ ഇത് ചെയ്യുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ ക്രിസ്ത്യാനിയെ അടിക്കാൻ ഇവിടുത്തെ ഈ പറയുന്ന ജിഹാദി എന്തോ മുസ്ലിം മതമൂല്യവാദികൾ എന്നപ്പം തടസ്സം നിൽക്കാനാണ് ഇവിടുത്തെ BJP പോയത്. എന്താ? ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ നെഞ്ചത്തൂടെ ബൈക്ക് കയറ്റി വെച്ചപ്പം അവിടെ തടസ്സം ആരാ? ഇരാറ്റു. അപ്പൊ പിന്നെ എന്തിനാ അവിടെ നടന്നതിന് ഇവിടുത്തെ RSSനെ പറയുന്നത്, ഇവിടുത്തെ BJP പറയുന്നത്, ആശങ്കപ്പെടുന്നത്? അങ്ങനെ അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്.
ആ വിഷയത്തെക്കുറിച്ച്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം സഭ എക്കാലത്തും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് UDFന്റെ ഒരു രാഷ്ട്രീയം തന്നെ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പറയാതെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അത് വളരെ കൃത്യമായിരുന്നു. ആ കൃത്യമായ അതിന് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാരണവശാലും സഭയെ അംഗീകരിച്ചവരായിട്ട് സഭയുടെ മേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴും അവർ കൊടുത്തിരുന്നത് സ്ഥലം പള്ളിപ്പറമ്പായിരുന്നില്ല, നമുക്കറിയാം, തെമ്മാടിക്കുഴികളായിരുന്നു. അത് ഇനിയും മാറും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത് അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ സുഹൃത്തുക്കളായി മാറും എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ കുറവ്. ഒന്ന് കമ്മ്യൂണിസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കത് അതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും നമ്മളുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എതിർക്കാൻ ഇവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അടുക്കുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നതും ഞാൻ മനസ്സിലാക്കുന്ന കാര്യമായി. അവർ പുതിയ ആളുകളാണ്, കമ്മ്യൂണിസ്റ്റുകളല്ല എന്ന് പറയുന്നു. പക്ഷേ അവരെ എതിർക്കാനായിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴും കൃത്യമായിട്ട് സഭ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ വിഷയങ്ങൾ ആ ഇന്റർവ്യൂവിലുണ്ട്. ഒറ്റ വിഷയം കൂടി പറഞ്ഞ് നമുക്ക് അവസാനം ക്ലോസ് ചെയ്യാം. അത് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അച്ഛൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തീയ സമുദായത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ ബോധം ചെറുപ്പക്കാർക്ക് ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. കോൺക്രീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സോളിഡായ റീസൺ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിച്ചതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സഭയുടെ കോളേജുകളിൽ പോലും ക്യാമ്പസ് പൊളിറ്റിക്സ് തിരിച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കും ആളില്ല. സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞ സെക്യുലറായ ഇന്ത്യയിലെ മറ്റു പാർട്ടികളിലേക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാർ ചെല്ലുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അല്ല, അതുകൊണ്ട് മാത്രം അല്ല, പൊതുവെ ക്യാമ്പസുകളിൽ നിന്ന് നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകുന്ന തരത്തിൽ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തെ വളരാനും വികസിക്കാനുമായിട്ടുള്ള ഇടമായ ക്യാമ്പസിനെ തുറന്നു കൊടുത്താൽ മാത്രമാണ് ക്യാമ്പസ് പൊളിറ്റിക്സ് ഗുണകരമായി തീരുള്ളൂ. പിതാവ് അക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, ഞാനിപ്പോൾ പലതും സ്വീകരിക്കുകയാണ് ചെയ്തത്. ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സഭ തന്നെയാണ് സഭയുടെ ഒരു ക്യാമ്പസിലും പൊളിറ്റിക്സ് പാടില്ല എന്ന് പറഞ്ഞത് വളരെ ശാഠ്യം പിടിക്കുകയും അവിടെ നിന്ന് പൊളിറ്റീഷ്യനെ അടിച്ചിറക്കുകയും ചെയ്തു. അതുകൊണ്ട് ശരിയാണ്, സഭയുടെ കുഞ്ഞാടുകളാരും തന്നെ രാഷ്ട്രീയത്തിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഉയർന്നു വന്നില്ല. ആദ്യ തലമുറയല്ല. ആദ്യ തലമുറയിൽ ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ AK ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ക്യാമ്പസിൽ നിന്നൊന്നാണ്. KSC പൊളിറ്റിക്സ് തന്നെ ഡെവലപ്പ് ചെയ്ത ക്യാമ്പസിൽ നിന്നായിരുന്നു. PT തോമസ്, അങ്ങനെ പിന്നീട് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം കടന്നു വന്നിട്ടുള്ള ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്നാണ്. ആ ക്യാമ്പസ് പൊളിറ്റിക്സ് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് ആവശ്യമാണ്. ക്യാമ്പസിൽ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം മാത്രം ഉണ്ടെങ്കിലേ അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമ്പസ് രാഷ്ട്രീയം ഗുണ്ടായിസമാവാൻ പാടില്ല. വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു സിദ്ധാർത്ഥ്. അത്തരത്തിൽ ആക്രമണകരമായ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം അല്ല നമുക്ക് വേണ്ടത്. സർഗാത്മകമായിട്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയം വേണം. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുമ്പോഴാണ് ഈ ഗുണ്ടായിസം ഉണ്ടാകുന്നത് ശരിക്കും. കാരണം അവിടെ രാഷ്ട്രീയ ചർച്ചകളില്ല, പുസ്തക വായനകളില്ല, സംവാദങ്ങളില്ല. അപ്പോൾ പിന്നെ അവന് ചെയ്യാവുന്ന ഒരു കാര്യം ഗുണ്ടായിസം കാണിക്കൽ മാത്രമാണ്. അത് മാറ്റണം. കേരളത്തിന് മൊത്തം മാറേണ്ട ഒരു കാര്യമാണ് ക്യാമ്പസുകളെ സർഗാത്മകമായിട്ട് വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അവിടെ വായനകളുണ്ടാവണം, ചർച്ചകളുണ്ടാവണം, പൊളിറ്റിക്സ് എന്താണെന്ന് അവർ പഠിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് പുള്ളി പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്ക് ആണല്ലോ. ക്യാമ്പസ് രാഷ്ട്രീയം വേണമായിരുന്നു. അത് ആര് നിരോധിച്ചതും അത് നമ്മൾ കോടതി ആയതുകൊണ്ട് അതിനകത്ത് വേറെ അഭിപ്രായം പറയുന്നില്ലെങ്കിലും അതൊരു ശരിയായ നിലപാടല്ല. കാരണം ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്തു നിന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തും സമൂഹത്തെ അറിയുന്ന, അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയുന്ന, സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന നേതാക്കന്മാർ ഉണ്ടായത്. ഇപ്പോൾ അത് ഉണ്ടാവാത്തതിൻ്റെ കാര്യവും വാദകത്തിൻ്റെ കൂടുതൽ ആക്കം കൂടുന്നതും ചെറുപ്പക്കാർ പറയും എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്കൊരു വീഡിയോ വലിച്ച് നടന്നാൽ മതിയല്ലോ. മനസ്സിലായി? ഇതിലേക്ക് വന്നത് ശരിക്കും ഈ പറയുന്ന ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്നതാണല്ലോ ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഒരു വിഷയം. ഇത് ക്യാമ്പസിലുണ്ടായിരുന്ന സ്കൂളുകൾ, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇത് കൃത്യമായിട്ട് നിയന്ത്രിച്ചതിന് കൃത്യമായ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അത് പാടില്ല നമ്മൾ തീരുമാനിക്കും. വേറെ എവിടെയും ഒരു പോലീസും വേണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ കൈയടക്കേണ്ട കാര്യം ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ മെനക്കെടാൻ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരില്ലാത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് നല്ലൊരു നിലപാടാണ്. ക്യാമ്പസ് രാഷ്ട്രീയം തിരിച്ചു വരണം തന്നെയാണ് നല്ലത് എന്നാണ്. തീർച്ചയായിട്ടും ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്നത്തെ ഒരു മുൾ പേജ് ഇന്റർവ്യൂ
പല തരത്തിലും പല തലത്തിലും ഇനിയും സംവാദ വിധേയമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അതിന് പല കോണുകളിൽ നിന്നും മറുപടി പറയാനിടയുണ്ട്. ഞാൻ അതിനെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, മാറുന്ന ക്രിസ്ത്യൻ സഭകളുടെ മനസ്സറിയാൻ വലിയ അളവിൽ ഈ ഇൻ്റർവ്യൂ ഉപയുക്തമാണ്. തീർച്ചയായിട്ടും പാംപ്ലാനി അച്ഛനും ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിനും നമുക്ക് നന്മകൾ നേരാം. നന്ദി. ശരി.